ജില്ലേട്ടൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അദ്ദേഹവുമായി വലിയ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിഷ്ണു ചേട്ടൻ, അദ്ദേഹം എനിക്ക് 25 വർഷത്തെ പരിചയങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന മികച്ച നേതാക്കന്മാരിൽ ഒരാളാണ്. എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. എന്നെ നിയമസഭയിൽ കൈപിടിച്ച് കയറ്റിയത് പോലും അദ്ദേഹമാണ് എന്നീ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. പ്രത്യേകമായ നന്ദി അദ്ദേഹത്തിനോട് ഈ അവസരത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ശ്രീ ഷാഫി എൻ്റെ പിതാവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹവും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് ചെറുപ്പകാലം ഒന്നിച്ച് പ്രവർത്തിച്ചു വന്നവരാണ്. അപ്പം ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വടകരയുടെ നമുക്കെല്ലാം അഭിമാനമായ ശ്രീ ഷാഫി പറമ്പിൽ, ഇവർ 4 പേരും ഇന്ന് എൻ്റെ പിതാവിൻ്റെ ഓർമ്മയെ വലിയ രീതിയിൽ ബഹുമാനിച്ചിരിക്കുകയാണ്. ആ ബഹുമാനത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ പള്ളിയിലേക്ക് പ്രിയപ്പെട്ട 4 നേതാക്കന്മാരെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ എല്ലാം ഇവിടെ ഉണ്ട്. ഏറ്റവും അടുത്ത് പറയേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്. അദ്ദേഹം ഈ നാടിൻ്റെ ഏറ്റവും മികച്ച നേതാവാണ്, കോട്ടയത്തിൻ്റെ നേതാവാണ്, കേരളത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് സമയമെടുത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ KC ജോസഫ് അവർകൾ എൻ്റെ പിതാവിനോടൊപ്പം തന്നെ, എൻ്റെ പിതാവിൻ്റെ പറയേണ്ടതെല്ലാം അദ്ദേഹമായിരുന്നു സംസാരിച്ചുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്നേഹബന്ധം പുലർത്തി എല്ലാവരും ഇന്ന് വന്നു ചേർന്നിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കാണുവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ശാരീരികമായി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും ഞങ്ങളോടൊപ്പമൊക്കെ ഞങ്ങളെ പ്രേരണ നൽകുന്ന ഇത്രയധികം ചെറുപ്പക്കാർ വന്നിരിക്കുന്നു, ഇത്രയധികം നേതാക്കന്മാർ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് KPC പ്രസിഡന്റ് കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനം ശക്തമായി ഈ രാജ്യത്ത് നിലനിൽക്കണം, കേരളത്തിൽ നിലനിൽക്കണം. അതിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ സ്വാഗതം പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ടാണ് നമ്മൾ ചില ക്രമീകരണം ഒഴിവാക്കിയത്, അല്ലെങ്കിൽ വലിയ ഒരു സ്വീകരണമാണ് ഉദ്ദേശിച്ചത്. എങ്കിൽ പോലും പ്രത്യേകമായി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ